ഗ്രീസിൽ നിന്നും പുറപ്പെട്ട യാത്രാവിമാനത്തിന്റെ ജനൽപാളി ആകാശത്ത് വെച്ച് ഇളകി മാറി. പെട്ടെന്നുണ്ടായ വായുമർദ്ദ വ്യതിയാനത്തെ തുടർന്ന് ജനലിന്റെ അരികിലിരുന്ന യാത്രക്കാരന്റെ ശരീരത്തിന്റെ പകുതിയോളം ഭാഗം വിമാനത്തിന്റെ പുറത്തേക്ക് തെറിച്ചു. റയാൻ എയർ വിമാനത്തിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഞെട്ടിക്കുന്ന ഈ സംഭവമുണ്ടായത്. ഭാര്യയുടെയും സഹയാത്രികരുടെയും സമാധാനപരമായ ഇടപെടൽ മൂലമാണ് 61കാരനായ സെർബിയൻ സ്വദേശിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഗ്രീസിലെ തെസലോനിക്കിൽ നിന്നും ജർമ്മനിയിലെ മെമ്മിംഗനിലേക്ക് പുറപ്പെട്ട FR-1879 വിമാനത്തിലാണ് അപകടമുണ്ടായത്. വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം ഏകദേശം 16,000 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് സീറ്റിനടുത്തുള്ള ജനൽപാളി പെട്ടെന്ന് ഇളകിപ്പോയത്. പെട്ടെന്നുണ്ടായ വായുമർദ്ദത്തിന്റെ വ്യതിയാനത്തെ തുടർന്ന് ജനലിന്റെ അരികിലുണ്ടായിരുന്ന യാത്രക്കാരന്റെ തലയും തോളും ഉൾപ്പെടെ വിമാനത്തിന്റെ പുറത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതും അപകടം കണ്ടയുടൻ ഭാര്യയും മറ്റ് യാത്രക്കാരും ചേർന്ന് കാലുകളിൽ 5 മിനിറ്റോളം ശക്തമായി പിടിച്ചുവെച്ചതുമാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. തുടർന്ന് യാത്രക്കാർ ഇദ്ദേഹത്തെ വിമാനത്തിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. കനത്ത കാറ്റും വായു സഞ്ചാരവും കാരണം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റതുപോലുള്ള പരിക്കുകളുണ്ട്. ഒരു സ്ഫോടന ശബ്ദം കേട്ടതായും പിന്നാലെ ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് പതിച്ചതായും വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിമാനത്തിനുള്ളിൽ രൂക്ഷമായ മണമുണ്ടായതായും വിമാനം തകർന്നു വീഴുകയാണെന്ന് ഭയന്നതായും യാത്രക്കാർ ഓർത്തെടുത്തു. പരിക്കേറ്റ യാത്രക്കാരൻ ഭയവും ഓക്സിജന്റെ കുറവും കാരണം പലതവണ ബോധരഹിതനായി. അപകടം നടന്ന് 10 മിനിറ്റിനുള്ളിൽ വിമാനം 900 അടി താഴേക്ക് ഇറക്കുകയും തെസലോനിക്കി വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ട് അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. പറന്നുയർന്ന് 1 മണിക്കൂറും 13 മിനിറ്റും കഴിഞ്ഞാണ് വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയത്. പരിക്കേറ്റ യാത്രക്കാരനെ ഉടൻ തന്നെ ഗ്രീസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹം നിലവിൽ ബോധാവസ്ഥയിലാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വന്നിടിച്ചാണ് ജനൽ തകർന്നതെന്ന് യാത്രക്കാർ ആരോപിക്കുന്നുണ്ടെങ്കിലും റയാൻ എയർ അധികൃതർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. സംഭവത്തെക്കുറിച്ച് ഗ്രീസിലെ ഹെല്ലനിക് എയർ ആൻഡ് റെയിൽ സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണത്തിൽ പങ്കാളികളാകും.